ഹീലിംഗ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ക്ലിഫേർഡ് സാൽവഡോർ ആണ്. ഞാൻ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ 20 വർഷം കാലിൽ കൂടുതൽ അവിടെ ശുശ്രൂഷ ചെയ്യായിരുന്നു. ഞാൻ അവിടെ ഒരു ടീച്ചറായിരുന്നു, കൗൺസിലറായിരുന്നു, പിന്നെ ഒരു മ്യൂസിഷ്യൻ കൂടി ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഞാൻ അവിടെ കോർഡിനേറ്റർ കൂടി ആയിരുന്നു ഇംഗ്ലീഷ് മെയിൻ സ്റ്റേജിൽ. ഇപ്പോൾ ഈ സമയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഒരു ന്യൂസ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി മലയാളം ചാനൽസിൽ, മലയാളം പേജസിൽ കൂടിയാണ്. അതാണ് ഈ ജിജി ആൻഡ് മാരിയോനെ കുറിച്ച്. പലരും പല രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കാനുണ്ട്. ഈ ഒരു സമയം അവർ വളരെ ഒരു കഷ്ടപ്പാട്, വളരെ ഒരു സെൻസിറ്റീവ്, വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സമയം കൂടി അവർ കടന്നു പോകുന്നുണ്ട്. അവർക്ക് വളരെ ദുഃഖം ഈ സമയം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തിൽ കുറേ വീഡിയോ ഓൾറെഡി കുറേ പേര് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു റിലീഫ്, ഒരു സന്തോഷം, ഒരു ചെറിയ ഹോപ്പ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗമാണെങ്കിൽ ഈ വീഡിയോ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ജിജിയും മാരിയും എന്നെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഹർമൻ ബിൽഡിങ്ങിൽ താമസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവർക്ക് ഒരു നല്ല പരിചയമുണ്ട്. നമ്മൾ ഒരുമിച്ച് മിനിസ്ട്രി ചെയ്തവരാണ് ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ. സോ അതുകൊണ്ട് ആ എക്സ്പീരിയൻസ്, ആ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൂടി എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മലയാളം ഒത്തിരി അറിയില്ല, ലാംഗ്വേജ് കുറച്ച് ഇവിടെ കേരള വന്നിട്ട് ഞാൻ പഠിച്ചതാണ്. സോ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ഒരു റൈറ്റ് സെൻസിൽ എടുക്കുക. ചിലപ്പോൾ ലാംഗ്വേജിയുടെ പ്രശ്നം കൊണ്ട് ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ലീഡിങ് തോട്ട്സ് അവരുത്. സോ ഇങ്ങനെ പറയാൻ വെച്ചതാണ്. മാരിയോ ജോസഫ് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ വരുമ്പോൾ വളരെ ഒരു ദയനീയ അവസ്ഥയിലായിരുന്നു. ഒന്നുമില്ലാത്ത ഒരു ഭയങ്കര സീറോ പോലെ പറയാം, ഒരു സീറോ അവസ്ഥയിൽ വന്നായിരുന്നു. സീറോ ഇൻ ഓൾ സെൻസ്, ഫൈനാൻഷ്യലി, മെറ്റീരിയലി, പിന്നെ അക്കാഡമിക്കലി, പിന്നെ ഇൻ്റലക്ച്വലി, പിന്നെ സ്പിരിച്വലി, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് എല്ലാ വിധത്തിൽ പുള്ളി ഒരു സീറോ ആയിട്ട് അവിടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ വന്നു. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ മുതൽ അവിടെ പുതിയ ഒരു തുടക്കം, പുതിയ ഒരു ജീവിതം, പുതിയ ഒരു ഐഡൻറ്റിറ്റി അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് വീണ്ടും ഒരു യാത്ര പുള്ളി അവിടെ നിന്ന് തുടങ്ങി. യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ സ്വീകരിച്ചു, ബാപ്റ്റിസമായി, ഒരു ക്രിസ്ത്യനായി. പിന്നെ ഒരു പുതിയ തുടക്കം അവിടെ നിന്ന് തുടങ്ങിയതാണ്. പുള്ളിക്കും ഈ മലയാളം കൂടെ നല്ലപോലെ സംസാരിക്കാൻ അറിയില്ലായിരുന്നു ആ സമയം. പക്ഷേ വന്നിട്ട് പതുക്കെ എല്ലാം പഠിച്ചു. അങ്ങനെ ടെസ്റ്റ് മണി കൊടുക്കാൻ തുടങ്ങി. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ടെസ്റ്റ് മണി കൊടുക്കുമ്പോൾ പല സെക്ഷൻസിൽ, ഡിവൈനിലെ 7 സെക്ഷൻസ് ഉണ്ട്, 7 ഭാഷയിലെ റിട്രീറ്റ് ഉണ്ട്. ആ 7 ഭാഷയിലെ പുള്ളി ട്രാൻസ്ലേറ്റേഴ്സ് കൂടിയാണ്. ട്രാൻസ്ലേറ്റേഴ്സ് കൂടെ സഹായം കൊണ്ട് പുള്ളി അല്ല ഈ 7 ലാംഗ്വേജസിൽ പുള്ളിയുടെ ടെസ്റ്റ് മണി കൊടുക്കായിരുന്നു. പക്ഷേ അങ്ങനെ ആ സമയം ഈ ടെസ്റ്റ് മണി കൊടുക്കാൻ സമയത്തിൽ പുള്ളി ആ ഭാഷ പഠിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പതുക്കെ അല്ല ഈ 7 ഭാഷ പുള്ളി പഠിച്ചു. 7 ഭാഷ പഠിച്ച ശേഷം ഈ ട്രാൻസ്ലേഷൻ സമയത്തിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പഠിച്ച ഭാഷ സംസാരിക്കാൻ നോക്കും. ഈ മലയാളം പ്ലസ് ആ പുതിയ ഭാഷ അങ്ങനെ മിക്സ് ആയിട്ട് ട്രാൻസ്ലേറ്റർ ചിലപ്പോൾ സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ശ്രമിച്ച് അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് പുള്ളി അങ്ങനെ അല്ല 7 ഭാഷ പഠിച്ചു. 7 ഭാഷ പഠിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ആയി. ട്രാൻസ്ലേറ്റർ വന്നു, പക്ഷേ ട്രാൻസ്ലേറ്റർ ചുമ്മാ സൈഡിൽ നിന്നു. പുള്ളി തന്നെ ആ ഓരോരോ ഭാഷയിൽ ഫുൾ ടെസ്റ്റ് മണി മുഴുവൻ പുള്ളി
പറഞ്ഞു ഓരോ ക്ലാസ്സിൽ. അത് മാത്രമില്ല, ഈ ടെസ്റ്റ് മണി മാത്രമില്ല, ആരെങ്കിലും ജനങ്ങൾ എന്തെങ്കിലും ആ ഭാഷയിൽ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്താൽ പുള്ളിക്ക് ആ ഭാഷയിൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കാൻ ആ ഒരു കപ്പാസിറ്റി പുള്ളി ഉണ്ടാക്കിയെടുത്തു. സോ ഈ പറയാൻ ഉദ്ദേശമാണ് ഈ വ്യക്തി ഒരു ഒത്തിരി പോസിറ്റീവ് മൈൻഡ് പ്ലസ് ഗ്രോത്ത് ഓറിയൻറ്റഡ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഡിവൈനിൽ പലരും വന്നായിരുന്നു, കുറേ പേര് ടെസ്റ്റ് മണി കൊടുക്കേണ്ടി വന്നായിരുന്നു. പക്ഷേ എല്ലാവരും ഒരു ലെവലിൽ ഗ്രോ ആയി പിന്നെ അങ്ങനെ ഒരു സ്റ്റക്കായി, അവരുടെ ഗ്രോത്ത് ആ ലെവലിൽ തന്നെ വന്ന് നിന്നു. പക്ഷേ മാരിയോ ജോസഫ് അങ്ങനെയില്ല. മാരിയോ ജോസഫ് എല്ലാ സമയം ഒരു പുതിയത് എന്തെങ്കിലും പഠിക്കാനോ പുതിയത് എന്തെങ്കിലും ചെയ്യാനോ ഒരു ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ഉള്ള വ്യക്തിയായിരുന്നു. പ്ലസ് ഒരു ഭയങ്കര ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആറ്റിറ്റ്യൂഡ് വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പുള്ളി എല്ലാ സമയം വളരെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മിനിസ്ട്രിയിൽ, പുള്ളിയുടെ പ്രീച്ചിങ്ങിൽ വളരെ ഇതായിരുന്നു. പുള്ളി സംസാരിക്കുമ്പോൾ ഒരു വലിയ ആൾക്കാർ അവിടെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ടെസ്റ്റ് മണി മാത്രമില്ല, ഒരു ടെസ്റ്റ് മണി എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് മണി ഉണ്ടാവും. പക്ഷേ ആ ടെസ്റ്റ് മണി എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അത് പ്രസൻറ്റ് ചെയ്ത ആൾക്കാർ എങ്ങനെ അത് ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും, ആ എല്ലാ കാര്യവും പുള്ളി പഠിച്ചിട്ട് പുള്ളി ടെസ്റ്റ് മണി കൊടുക്കുമ്പോൾ വളരെ ആൾക്കാർ എക്സൈറ്റഡ് ആയിരുന്നു ഈ മാരിയോ ജോസഫുടെ ടെസ്റ്റ് മണി കേൾക്കാൻ. ഈ അവിടെ ഡിവൈനിലെ ഒരു വലിയ സ്റ്റാർ പോലെ ആയിരുന്നു മാരിയോ ജോസഫ് വരാൻ മുമ്പ്. സാധാരണ മാരിയോ ജോസഫുടെ ടോക്ക് ഈ തേഴ്സ്ഡേസ് സമയത്തിൽ ഉണ്ടായിരുന്നു. ടെസ്റ്റ് മണി തേഴ്സ്ഡേസ് ചിലപ്പോൾ അങ്ങനെ മാറി ഉണ്ടാവും. പക്ഷേ ഈ ഉച്ചയ്ക്ക് സമയത്തിൽ ഈ തേഴ്സ്ഡേസ് അല്ലെങ്കിൽ വെഡ്നസ്ഡേസ് ആ സമയത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം ആഫ്റ്റർ ലഞ്ച് സെഷൻസിൽ ആയിരുന്നു പുള്ളിയുടെ ടോക്ക്. സോ പുള്ളി വരാൻ മുമ്പ് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ് ഈ മുസ്ലിം പ്രീച്ചറാണ്, ഈ മാരിയോ ജോസഫാണ്, ഈ മൗലവിയാണ് വന്ന് പ്രീച്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നിങ്ങൾ അവരെ പണ്ട് ആരെങ്കിലും ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ടൈം ധ്യാനം കൂടാൻ വരാൻ ആളുണ്ടെങ്കിൽ അവരെല്ലാം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ വരാൻ ആളാണ് ഈ പുള്ളിയാണ്, ഈ മൗലവി വരുന്നുണ്ട്, ഈ മുസ്ലിം പ്രീച്ചർ വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ ഈ ജനങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഭയങ്കര ഒരു അറ്റൻഷൻ ആയിരുന്നു ഈ മാരിയോ ജോസഫിനെ കേൾക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റേജിൽ പല സമയത്തിലുണ്ടായിരുന്നു. എൻ്റെ ഒക്കെ എന്നെ അസൈൻ ചെയ്തായിരുന്നു ഡ്യൂട്ടീസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കോർഡിനേറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ പല സമയത്തിൽ മാരിയോ ജോസഫ് ബ്രദറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാനക്കാർക്ക്. പിന്നെ എനിക്ക് പാട്ട് ഇവിടെ സ്ലോട്ട് ഉണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടിയിട്ട് അങ്ങനെ പ്രേസ് ആൻഡ് വർഷിപ്പ് ഓരോരോ സെഷൻ മുമ്പ്, ഓരോരോ ടോക്ക് മുമ്പ് ഒരു ചെറിയ പ്രേസ് ആൻഡ് വർഷിപ്പ് ഒരു 15 മിനിറ്റ് ഇവിടെ പ്രേസ് ആൻഡ് വർഷിപ്പ് സെഷൻ ഉണ്ടായിരുന്നു. സോ അത് ലീഡ് ചെയ്തിട്ട് പിന്നെ ബ്രദർ വന്ന് ഒരു ടോക്ക് കൊടുക്കും. സോ അങ്ങനെ പുള്ളിക്ക് ടോക്ക് കൊടുക്കാൻ മുമ്പ് ഞാൻ സ്റ്റേജിൽ പോയിട്ട് ഞാൻ അവിടെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പാട്ട് പാടും, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടും സ്റ്റേജിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ ആണ് ബ്രദർ സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ആൾക്കാർ ഭയങ്കര അറ്റൻഷൻ ആയിട്ട് ഒരു സെലിബ്രിറ്റി വരുന്നത് പോലെ എല്ലാവരും ഈ പുള്ളിയുടെ ടോക്ക് കേൾക്കാൻ ആഗ്രഹിച്ച് അവിടെ ഇരിക്കായിരുന്നു. സോ ഇങ്ങനെ ഒരു റിസൾട്ട്, ഇങ്ങനെ ഒരു ഇംപ്രഷൻ ജനങ്ങൾ മേലെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് എഫേർട്ട് വേണം. ഇത് ഒരു സാധാരണ ഓട്ടോമാറ്റിക്കലി ആവാൻ ഒരു സാധനം ഇല്ല. ഇത് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നല്ലപോലെ ഫസ്റ്റ് വചനം പഠിക്കണം. ഈ ഒരു ടെസ്റ്റ് മണി പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഖുറാൻ റിലേറ്റഡ് ആയിരുന്നു. ഈ ഖുറാനെ പിന്നെ ഈ ബൈബിളിനെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ അതൊക്കെ നല്ലപോലെ ഒരു ഡെപ്ത് വേണം. ചുമ്മാ ആരും വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. സോ പുള്ളി അങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് കാണിച്ചിട്ട് ഭയങ്കര അധ്വാനിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ എല്ലാ കാര്യങ്ങൾ പഠിച്ചു.
പഠിച്ചിട്ട് അത് നല്ലപോലെ അത് പ്രസൻറ്റ് ചെയ്തു. അതുകൂടെ എഫക്റ്റാണ് ഈ ജനങ്ങൾ മേലെ ഉണ്ടായിരുന്നു. ജനങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ക്യാപ്റ്റിവേറ്റഡ് ആയിരുന്നു പുള്ളിയുടെ ടെസ്റ്റിമണി കേൾക്കാൻ. പലരും 2-3 പ്രാവശ്യം ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ ടെസ്റ്റിമണി. പക്ഷേ എന്നാലും പുള്ളി വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര അറ്റൻഷൻ കൊടുത്തിട്ട് കേൾക്കായിരുന്നു. ചിലപ്പോൾ കുറേ പേര് അങ്ങോട്ട് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ ക്ലാസ് സമയത്തിൽ തന്നെ ചിലപ്പോൾ കുറച്ച് പേർ ലേറ്റായി വരും. അങ്ങനെ ഒരു സാധാരണ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ മാരിയോ ജോസഫ് ആയിട്ട് വരുന്നുണ്ട് കേൾക്കുമ്പോൾ, ഈ നെക്സ്റ്റ് ടോക്ക് ഈസ് ബൈ മാരിയോ ജോസഫ് ബ്രേക്ക് മുമ്പ് പറയുമ്പോൾ എല്ലാവരും ഓൾറെഡി ഇൻ ടൈം ഓൾറെഡി ഹാളിൽ ഉണ്ടാവും. സോ അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ, അങ്ങനെ ഒരു ഇംപ്രഷൻ ജനങ്ങൾ മേലെ കൊടുക്കാൻ ആണെങ്കിൽ അത് ഒരു എക്സ്ട്രോഡിനറി എഫേർട്ടാണ്. എക്സ്ട്രോഡിനറി സ്കിൽ ഡെവലപ്മെൻറ്റ്, എക്സ്ട്രോഡിനറി ഗ്രോത്ത് ആവുമ്പോൾ തന്നെ അത് അങ്ങനെ ആവാൻ പറ്റും. സോ ഇതായിരുന്നു ഈ മാരിയോ ജോസഫുടെ ഈ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ട്. പിന്നെ പുള്ളി ആണ് ഈ ബുക്സ് എഴുതാൻ തുടങ്ങി. ഞാൻ കാണുന്നത് ഈ ടെസ്റ്റ് മണി കൊടുക്കാൻ സമയം കഴിഞ്ഞിട്ട് പുള്ളി ബുക്സ് എഴുതാൻ തുടങ്ങി. ബുക്സ് ആവുമ്പോൾ പുള്ളി എഴുതിയ ശേഷം ഡിവൈനുടെ സ്റ്റോളിൽ തന്നെ വിൽക്കും. പുള്ളിയുടെ ടോക്ക് ശേഷം ഡിവൈൻ സ്റ്റോളിൽ, ഡിവൈൻ ഫ്രണ്ടിൽ, ഹാൾ ഫ്രണ്ടിൽ അവിടെ സെയിൽ ചെയ്യും. അപ്പോൾ ആ ബുക്ക് വാങ്ങിക്കാൻ ഒരു ഭയങ്കര ഒരു കൂട്ടം ആയിട്ട് വരും. ഭയങ്കര തിരക്ക്, ഭയങ്കര മീൻസ് ഒരു ഈ നമ്മൾ എങ്ങനെ ഈ ചൂടുള്ള പരിപ്പ് വട അല്ലെങ്കിൽ പരമ്പൊഴി എങ്ങനെ ഹോട്ട് കേക്ക്സ് എങ്ങനെ സെയിൽ ആവുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി സെയിൽ ആവില്ല, അതുപോലെ തന്നെ ഈ ബുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് പോവില്ല. അതിന് മുമ്പ് തന്നെ എല്ലാ ബുക്സ് സെയിലായി പോകും. അത്ര ഒരു പുള്ളിയുടെ ഒരു റെപ്യൂട്ടേഷൻ. ഓൾറെഡി ജനങ്ങൾ ഈ ബുക്ക് വായിക്കുന്നവർ വീണ്ടും പുതിയ റിട്രീറ്റൻസ്ക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ബുക്ക് നിങ്ങൾ വായിച്ചേ പറ്റൂ, അങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുക്കും. ബിക്കോസ് അതിൽ അങ്ങനെ ഒരു നല്ലപോലെ ഒരു ആരെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട്. സോ റിട്ടൺ സ്കിൽ, ഒറേറ്ററി സ്കിൽസ് മാത്രമല്ല, റൈറ്റിംഗ് സ്കിൽസ് കൂടെ പുള്ളി അങ്ങനെ ഗ്രോ ചെയ്ത് പിന്നെ ആ ബുക്ക് കുറേ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ആയി അങ്ങനെ ഒരു ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിൾ ലൈഫിൽ വന്നു. പുള്ളിക്ക് കുറേ ഔട്ട് റീച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ ഡിവൈൻ ടീമിലെ കൂടി തന്നെ പോകും, ചില സമയത്തിൽ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി പുള്ളിക്ക് ഉണ്ടായിരുന്നു. സോ ഒരു ആള് സീറോയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ലെവലിൽ എത്തിയിട്ട് പുള്ളി ആ സമയത്തിൽ തന്നെ ഒരു സ്വന്തം വീട് വെച്ചു. നമ്മുടെ ഈ ഹർമൻ ബിൽഡിങ്ങിൽ നമ്മൾ ഒരുമിച്ച് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. പിന്നെ പുള്ളി വീട് വെച്ച ശേഷം അവിടെ വീട്ടിൽ ഡിവൈൻ ബാക്ക് സൈഡിൽ ഡിവൈൻ വാലി പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ പുള്ളി ഒരു വീട് വെച്ചിട്ട് അവിടെ പുള്ളി ഫാമിലി കൂടെ ലൈഫ് തുടങ്ങി. സോ ഈ വളരെ ഒരു ഗ്രോത്ത്, വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് വ്യക്തിയായിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കണ്ടു. സോ ആ സമയത്തിൽ ഇവിടെ നമ്മൾ ജിജിയും നമ്മൾ ബിൽഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ജിജിക്ക് സാധാരണ ഒരു ഹൗസ് വൈഫ് തന്നെ ആയിരുന്നു. നല്ല സ്കിൽഡ് വ്യക്തിയായിരുന്നു. നല്ല വീട്ടു കാര്യങ്ങൾ നോക്കാനും പിള്ളേരെ നോക്കാനും ഒരു പ്രശ്നമില്ലാതെ നല്ലപോലെ ചെയ്യായിരുന്നു. പിന്നെ ഈ നല്ല ഒരു ലവിങ് ഫാമിലി, ഒരു സ്നേഹം ഉള്ള കുടുംബം ആയിട്ട് അവർ ജീവിച്ചു. നമ്മൾ മുമ്പിൽ തന്നെ ജീവിച്ചു. അവർ കുട്ടികൾ ഇപ്പോൾ പെണ്ണുകൾ വലുതായി, അപ്പോൾ ചെറുതായിരുന്നു. സോ ഇപ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഈ ജിജി മാരിയും ഈ ചാലക്കുടിക്ക് പോകുന്നുണ്ട്. ഈ പിള്ളേർ വീട്ടിലെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. സോ അന്നത്തെ ദിവസം ഇവർ 2 പേരും ചാലക്കുടി പോകുമ്പോൾ ചെറിയ കുട്ടിയാണ് ഞാനുമാണ്. പുള്ളി ഓടി വന്ന് അമ്മക്ക് പറയുന്നത്, അമ്മ ചാലക്കുടി പോകണ്ട. പിന്നെ അമ്മക്ക് കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ആ ചെറിയ കുട്ടി ആ സമയത്തിൽ സംസാരിക്കുമ്പോൾ അമ്മക്ക് ഒരു കെയറിങ് കൊടുക്കാൻ, കുറേ ഗൈഡൻസ് കൊടുക്കാൻ, ഒരു വലിയ ആൾക്കാർ ചെറിയ പേര് പോകുമ്പോൾ എങ്ങനെ ഗൈഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് വിടും, അതുപോലെ ഈ ചെറിയ കുട്ടിയാണ്
അമ്മക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ചാലക്കുടി പോകേണ്ട കേട്ടോ, സൂക്ഷിച്ച് പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ റൂം മുമ്പ് തന്നെ ഈ ഒരു ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു 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 പോസിറ്റിവിറ്റി ആയിട്ട് ഞാൻ അത് കണ്ടത്. സോ ഇങ്ങനെ ഈ ഒരു വലിയൊരു ലവിങ് ഫാമിലി ആയിരുന്നു. നല്ല സ്നേഹം കൊണ്ട് ഈ ഒരു നല്ല ഗ്രോ ആയിരുന്നു. മിനിസ്ട്രിയിൽ നല്ല ഹൈറ്റ്സിൽ പോയി ഫാമിലി വൈസ് ആയിട്ട് നല്ല ഇതായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കിൽ എല്ലാ ഫാമിലീസും നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്, നോ ഇൻഡിവിജ്വൽ ഈസ് പെർഫെക്റ്റ്. സോ എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട്. അത് ഇവർക്കും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ചില ഫ്രിക്ഷൻസ്, ചെറിയ കാര്യങ്ങൾ, ചില ഡിസ്പ്യൂട്ട് ഉണ്ട്. പക്ഷെ അത് ഒന്നും മേജറായിട്ട് ഒന്നുമില്ല. ഒരുമിച്ച് നല്ല ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇവർ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയശേഷം പുള്ളി സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി, ഈ ഫിലോകാലിയ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ചാരിറ്റബിൾ കാര്യങ്ങൾ തുടങ്ങി, മെഡിസിൻ കൊടുക്കാനോ കൗൺസിലിംഗ് കൊടുക്കാനോ. പിന്നെ കുറേ അങ്ങനെ ചാരിറ്റബിൾ സർവീസസ് ചെയ്ത ശേഷം ഒരു ദിവസം പുള്ളി വീട് വെക്കാൻ തുടങ്ങി. വീട് വെച്ച് കൊടുക്കാൻ, കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ, അങ്ങനെ ഒരു ചാരിറ്റബിൾ മൈൻഡ് സെറ്റായിട്ട് ചാരിറ്റി വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. സോ ഈ സമയത്തിൽ പുള്ളിയുടെ വലിയ ഗ്രോത്തായി. സോ മിനിസ്ട്രിയിൽ ഓൾറെഡി ഡിവൈനിൽ ഉള്ള മിനിസ്ട്രിയിൽ തന്നെ പുള്ളി നല്ല ഗ്രോത്ത് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ വളരെ സ്പീഡിൽ, വളരെ ഒരു ഡെപ്ത് ഉള്ള ഒരു മിനിസ്ട്രി പുള്ളി ഉണ്ടാക്കി എടുത്തു. ഈ ചാരിറ്റി ചെയ്യുന്ന ശുശ്രൂഷ പുള്ളി ചെയ്തു. സോ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ പതുക്കെ ആയിട്ട് പുള്ളി ഒത്തിരി എനിക്ക് അറിഞ്ഞ ഇതിൽ എൻ്റെ അറിവിൽ പ്രകാരം ഈ പുള്ളിയാണ് എല്ലാ സീറോ മുതൽ ഈ ഉണ്ടാക്കി എടുക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി പതുക്കെ ഈ ജിജിനെ കുറേ മോട്ടിവേറ്റ് ചെയ്തു. ജിജി ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. പക്ഷേ ഈ ബ്രദറുടെ മോട്ടിവേഷൻ, ബ്രദറുടെ ഇൻസ്പിറേഷൻ കൊണ്ട് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പതുക്കെ ജിജിയും ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഡെവലപ്പായി, ഗ്രോ ആവാൻ തുടങ്ങി. പിന്നെ അതുപോലെ പിന്നെ കുറേ പ്രീച്ചിങ് തുടങ്ങി. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലമിൽ ഈ ഇംഗ്ലീഷിലെ കൂടെ പ്രീച്ച് ചെയ്യാൻ പറ്റി. സോ ജിജിനെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഈ നമ്മൾ കൂടെ താമസം ഇരിക്കുമ്പോൾ, പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ഒത്തിരി ക്വയറ്റുള്ള ഒരു വ്യക്തിയാണ്, ഒത്തിരി സംസാരമില്ല, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ വായി തുറന്നിട്ട് ഒത്തിരി ആയിട്ട് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. ഈവൻ നമ്മൾ റൂമിൽ വരുമ്പോൾ തന്നെ ഒത്തിരി ക്വയറ്റ് തന്നെ ആയിരിക്കും, ഒത്തിരി സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടു. കുറേ ഈ മോട്ടിവേഷണൽ ടോക്ക്, കുറച്ച് ദിവസങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പുള്ളി മോട്ടിവേഷൻ ഗ്രൂപ്പിനെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഡ്രൈവിംഗ് കൂടെ പഠിച്ചു. അങ്ങനെ കുറേ ഗ്രോത്ത് ജിജിയിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് ഇതാണ് ഇൻസ്പിറേഷൻ ആണ്. എക്സാമ്പിൾ ഒരു മാരിയോ ജോസഫ് ഒരു എക്സാമ്പിൾ ആയിരുന്നു ജിജിക്ക് മുമ്പ്. മാരിയോ ജോസഫിയുടെ ഗ്രോത്ത് കണ്ടിട്ട് ജിജി ഇൻസ്പയർ ആയത്. അതിനെ വെച്ചിട്ട് ജിജി നല്ല ഹൈറ്റ്സിൽ പോയതാണ്. ജിജിയും ഒരു നമ്മൾക്ക് പറയലോ ഞാൻ ഒരു സമയം ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്, അങ്ങനെ ഒരു സ്റ്റോറിയാണ്. ഈ റാഗ്സ് ടു റിച്ചസ് സ്റ്റോറി ആയിരുന്നു. അതുപോലെ ഈ രണ്ടുപേരും അങ്ങനെ ഒരു സീറോ മുതൽ ഒരു ഹീറോ ലെവലിലേക്ക് എത്തിയ ശേഷം ഈ ഒരു നമ്മൾ കുറേ പേര് കേട്ടിട്ടുണ്ട്. ഈ റാഗ്സ് ടു റിച്ചസ് സ്റ്റോറി, ഇങ്ങനെ കുറേ പേര് ഒന്നും ഇല്ലാത്തതിന് ആയി, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സ്റ്റോറിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് ഈ മാരിയോ ജോസഫ് സ്വന്തം ലൈഫിൽ പുള്ളിയുടെ ഈ ബുക്സുടെ സെയിൽ ഉണ്ടായിരുന്നു. പ്ലസ്
റിട്രീറ്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഈ പൈസയെ കൊണ്ട് പുള്ളിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകും. പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അഡീഷണൽ ഒരു ഫൈനാൻഷ്യൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആവശ്യമില്ല. പുള്ളിയുടെ ബുക്സും പുള്ളിയുടെ പ്രീച്ചിങ് ഇത് മാത്രം, പുള്ളിയുടെ ടെസ്റ്റിമണി കൊടുക്കുന്നത് ഇത് മാത്രം മതിയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യലി ഫ്രീഡം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി. മക്കൾക്ക് പഠിക്കാനോ മക്കളെ പഠിപ്പിക്കാനോ അവർക്ക് ഏത് വേണം ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ, പിന്നെ അവരുടെ ഹെൽത്ത് ആവട്ടെ, അവരുടെ ഫ്യൂച്ചർ ആവട്ടെ, അവരുടെ മാരേജ്, അവരുടെ ഭാവി ഒരു സെക്യൂർ ആക്കാൻ വേണ്ടി ഈ ഫൈനാൻഷ്യൽ ഇത് മാത്രം മതിയായിരുന്നു. പലരും ഇതിലേക്കാളിൽ കുറവില്ല അവർ ഫൈനാൻഷ്യലി ഫ്രീ, അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കി. പക്ഷേ ഈ കുടുംബം ജിജി ആൻഡ് മാരിയൊക്കെ ഓൾറെഡി ഫൈനാൻഷ്യലി അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു ആ സമയത്ത്. ഇനി പുതിയ ചാരിറ്റബിൾ വർക്ക്സ് ചെയ്യാൻ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവർ അത് ചെയ്യാൻ തുടങ്ങി. സോ ഇവരുടെ റാഗ്സ് ടു റിച്ചസ് സ്റ്റോറിയിലെ ഒരു അഡീഷണൽ ഫീച്ചറാണ് ഇവർ സ്വന്തം 0 to hero ആയില്ല. ഇവർ കുറേ ആളിനെ അതിലെ കൂടി കൂട്ടിയിട്ട് അവരുടെ ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെ പറ്റുന്നത് പോലെ ഓരോരോ വ്യക്തിനെ കുറച്ച് സഹായിച്ച് അവർ ഒരു ഹൈറ്റിൽ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു. സോ വീടില്ലാത്തവർക്ക് വീടും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായം, ഫൈനാൻഷ്യലി സപ്പോർട്ട്, പിന്നെ രോഗികൾക്ക് മെഡിസിൻ, അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ഒരു ലൈഫിയുടെ എക്സ്പീരിയൻസിൽ ഒരു സ്റ്റെപ്പ് ഹയർ ലെവലിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. ഇത് അവർക്ക് ചെയ്യാൻ ആവശ്യമില്ലായിരുന്നു, പക്ഷെ അവർ അത് ചെയ്തു. അത് ചെയ്തിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻ, ബൈ ബർത്ത് ക്രിസ്ത്യൻ ആവുന്ന വ്യക്തികൾ എത്ര പേരുണ്ട്? എത്ര പേര് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്? സോ ഇവർ മാരിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺവേർട്ടഡ് വ്യക്തിയാണ്. പിന്നെ ആ കൺവേർട്ടഡ് വ്യക്തി വന്നിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തിയായി വന്നിട്ട് പിന്നെ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ ചാരിറ്റബിൾ വർക്ക്സ് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വീട് ചെയ്യുന്ന ക്വാളിറ്റി, അങ്ങനെ നല്ല ക്വാളിറ്റി വർക്ക്, നല്ല ക്വാളിറ്റി ഒരു വീട്, ഒരു ഫ്രീ ആയിട്ട് ഒരു വീട് കുറേ പേര് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അങ്ങനെ കണ്ടു. പക്ഷെ അതിക്ക് ഒരു ക്വാളിറ്റി ഇല്ല. അതിക്ക് ഒരു അത് കാണുമ്പോൾ അതിൽ ഒരു നല്ല ഒരു ഇത് ഫീലിംഗ് വരില്ല. പക്ഷേ ഈ മാരിയോ ജിജി ഉണ്ടാക്കിയ ഓരോരോ വീട് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ്, ഒരു ദൈവം നന്ദി പറയാൻ പോലെ തോന്നും. ഒരു വ്യക്തി ഒരു നല്ല ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഒരു വ്യക്തി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ കണ്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫീലിംഗ് വരുന്നത്, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ ജിജിയുടെ ടോക്ക് കൊടുക്കുന്നത് അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് പുള്ളി ഞാൻ കണ്ടത് വായ തുറക്കാത്ത ഒരു വ്യക്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് ടെസ്റ്റിമണി കൊടുക്കുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് മീൻസ് റിയലി ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്. സോ ഇതാണ് ഞാൻ ഈ കണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഈ ഒരു ഞാൻ ഓരോ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അവർ ഉണ്ടായിരുന്നു ഈ മാരിയോ ജിജി കൂടെ ജോലി ചെയ്യാൻ മുമ്പ്, അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നെങ്കിൽ അവർ തന്നെ പോയി ചോദിക്കുക. സോ അവിടെ തന്നെ വന്ന ശേഷം ഈ ജിജി മാരിയോയുടെ സ്ഥാപനത്തിൽ ഇവരുടെ ഫിലോകാലിയ ടീമിൽ ജോയിൻ ആയ ശേഷം ഞാൻ കണ്ടത് അവരുടെ ഫേസിൽ ഒരു ഭയങ്കര മാറ്റം. ആ ഒരു ഡ്രസ്സിങ് മാത്രമില്ല, ഡ്രസ്സിങ് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലെ ഡ്രസ്സിങ്, പിന്നെ അവരുടെ ബിഹേവിയർ ഹാബിറ്റ്സിലെ കുറച്ച് വ്യത്യാസം. അത് മാത്രമല്ല, അവരുടെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മൾക്കറിയാം അവരുടെ ഭയങ്കര ഒരു ഹാപ്പിയാണ്, ഭയങ്കര ഒരു സന്തോഷം ആയിട്ട് പോകും. സോ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്ന വ്യക്തി, ഒരു സ്ഥാപനം, വൺ ഹൂ ഈസ് റണ്ണിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷനുടെ ജോലിക്കാർ ഭയങ്കര ഉള്ളിൽ കൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾക്ക് അറിയാം ഇവിടെ ശരിക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം നടക്കുന്നുണ്ട്, ഒരു റിയൽ ഒരു സം ഗുഡ്നെസ് ഈസ് ദെൻ, അവിടെ ഒരു നന്മയുണ്ട്. അത് നമ്മൾക്ക് കണ്ടറിയാം. ഞാൻ ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. ബിക്കോസ് 20 വർഷം ആയിട്ട് ഈ കാത്തലിക് കരിസ്മാറ്റിക് മിനിസ്ട്രിയിൽ ഒരു
ഭാഗമായിട്ട് ഉണ്ട്. ഡിവൈനിൽ തന്നെയാണ് തുടക്കം ഇതിൻ്റെ കൂടെ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇവർ ഗ്രോ ആയി. അത് മാത്രമല്ല, ഇവർ കൂടെ ഉള്ളവർക്ക് വെദർ ഇറ്റ് ഈസ് മെഡിസിൻ ആവട്ടെ, വെദർ ഇറ്റ് ഈസ് അവരുടെ ജോലിക്കാർ സ്റ്റാഫ് ആവട്ടെ, അവർക്ക് കെയറിങ്, അവർക്ക് ഫൈനാൻഷ്യലി ഈവൻ സാലറി നല്ല സാലറി കൊടുക്കായിരുന്നു. വീട് വെച്ചത് അതും നല്ല ക്വാളിറ്റി, നല്ല ഒരു കോംപ്രമൈസ് ഇല്ലാതെ ആ വീട് വാങ്ങിക്കുന്ന വ്യക്തി ഇത് എൻ്റെ വീട് ആയിട്ട് ഒരു പ്രൗഡ്ലി പറയാൻ ഒരു വിധത്തിൽ ആ വീടുടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇതില്ല ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞിട്ട് എന്തോ ഒരു ഉണ്ടാക്കി കൊടുക്കും. ഇതിലെ ഒരു ജെനുവൻ ഒരു ആത്മത, ഒരു കൺസേൺ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി മേലെ ഉള്ള കൺസേൺ, അവരുടെ സ്ലോഗൻ ഉണ്ടല്ലോ കമ്പാഷൻ, ആ കമ്പാഷൻ നമ്മൾ ഓരോ പ്രവൃത്തിയിലെ കാണാം. അവരുടെ ഈ വർക്ക് ചെയ്യുന്നത്, പിന്നെ ആ ആംബുലൻസ് സർവീസ് അവർ വെച്ചത്, അത് എല്ലാത്തിലും നമ്മൾക്ക് ഈ നന്മ നമ്മൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റാഫായിട്ട് എല്ലാ കാര്യത്തിലും ഇത് കാണാൻ പറ്റും. സോ അത് മാത്രമല്ല, ഈ മാരിയോയുടെ ഒരു വലിയൊരു ഇതായിരുന്നു നല്ല നോളേജ്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ, കുറേ കാര്യങ്ങൾ ഗ്രോ ആവാൻ, അങ്ങനെ വളരെ ഒരു ഇതായിരുന്നു. സോ ഈ 2013 ഞാൻ ഒരു ബുക്ക് എഴുതാൻ തുടങ്ങിയായിരുന്നു. അത് 2014 പബ്ലിഷ് ആയത്, ഇംഗ്ലീഷ് വേർഷൻ. പിന്നെ ഒരു 4 വർഷം ശേഷം അത് മലയാളത്തിലെ അത് പബ്ലിഷ് ആയത്. ആ ബുക്കാണ് ഈ ഉള്ളത്. ഈ 2 ബുക്കാണ്. ഇത് ടെമ്പിൾ ഓഫ് ഗോഡ്, ഇത് ദൈവത്തിൻ്റെ ആലയം. ഈ 2 ബുക്ക് എൻ്റെ ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്തതായിരുന്നു. ഈ ബുക്ക് നമ്മുടെ ഈ കേരളയിലെ കുറേ ബുക്ക് സ്റ്റാളിലെ ഇത് ഉണ്ടായിരുന്ന ആ സമയം. അപ്പോൾ ഈ ബുക്ക് ഈ മാരിയോ ഒരു ദിവസം കറുകുട്ടിയിലെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, വലിയ ബുക്ക് സ്റ്റാൾ, മാതാ ബുക്ക് സ്റ്റാൾ പറഞ്ഞിട്ട്. ആ ബുക്ക് സ്റ്റാളിൽ ഈ ബുക്ക് കണ്ടു. കണ്ടിട്ട് പുള്ളി ഈ ബുക്ക് മേടിച്ചിട്ട് വായിച്ചിട്ട് എനിക്ക് ഒരു കൺഗ്രാജുലേറ്ററി മെസ്സേജ് പുള്ളി എൻ്റെ ഭാര്യയെ കൂടി പുള്ളി ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യവും പേര് ട്രീസാണ്. എൻ്റെ ഭാര്യവും ഡിവൈനിലെ ഒരു പ്രീച്ചർ ആൻഡ് കൗൺസിലർ ആയിരുന്നു. പുള്ളി ഒരു 24 വർഷം, ഓൾമോസ്റ്റ് 24 വർഷം അവിടെ തന്നെ പ്രീച്ചിങ് കൗൺസിലിംഗ് ചെയ്ത വ്യക്തിയായിരുന്നു. സോ എൻ്റെ സ്റ്റോറി ചിലപ്പോൾ ഞങ്ങൾ 2 പേരുടെ സ്റ്റോറി ചിലപ്പോൾ വേറെ ഒരു ദിവസം പറയാം. ഈ ജിജിയുടെ മാരിയുടെ കാര്യത്തിൽ തിരിച്ചു വരുമ്പോൾ ഇത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു നല്ല ഫാമിലി ആയിരുന്നു, നല്ല ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഫാമിലി ആയിരുന്നു. അവർക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ കടന്നു പോയിരിക്കാം. പക്ഷേ ഒരു ദിവസം അങ്ങനെ വന്നായിരുന്നു അവർക്ക് ഒരു നല്ല ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയി, നല്ല കാര്യങ്ങളായി. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ 2 പേരിൽ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വന്നു. ചില ട്രസ്റ്റ് ഇഷ്യൂസ് വന്നു. ഈ ട്രസ്റ്റ് ഇഷ്യൂസ് പറഞ്ഞത് ഈ സാധാരണ ഒരു ഇതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മുടെ ശുശ്രൂഷയിൽ ഉള്ളവർക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ചിലപ്പോൾ വരാം. പക്ഷെ അതിൽ ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ബിറ്റർനെസ്സായി മാറുന്നത് അങ്ങനെ പാടില്ല. ബിക്കോസ് ദൈവത്തെ കൂടെ നമ്മൾ നടക്കുന്ന വ്യക്തികളാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ദൈവമാണ് ഫസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആണ് ഏറ്റവും മെയിൻ വ്യക്തിയാണ്. ദൈവമാണ് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ റൂട്ട്സ് ആണ് ദൈവം. സോ ദൈവം കൂടി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തി ആയിരിക്കണം നമ്മൾ. സോ അങ്ങനെ ഒരു വ്യക്തി ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പോൾ നല്ല ദിവസം, ഒരു മോശമുള്ള ദിവസം അങ്ങനെ ആവാം. നന്മ എക്സ്പീരിയൻസസ്, തിന്മയുടെ എക്സ്പീരിയൻസസ്, അങ്ങനെ മിക്സ്ഡ് എക്സ്പീരിയൻസസ് ആവാം. ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീൽ ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ഫീൽ ആവാം. പക്ഷെ എന്നാലും ഏത് രീതിയിലെ ഫീലിംഗ് ആവട്ടെ, ഏത് അവസ്ഥ ആവട്ടെ, ദൈവം നമ്മളുടെ ജീവിതത്തിലെ സെൻറ്ററിൽ ഉണ്ടെങ്കിൽ അതല്ലാതെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബത്തിലും നമ്മൾക്ക് ദൈവം സെൻറ്ററിൽ വെക്കുമ്പോൾ അത് എത്ര പ്രശ്നം വന്നാലും അതിക്ക് ഒരു ഹോപ്പ് ഉണ്ടാവും.
ആ റിലേഷൻഷിപ്പ് തകരില്ല. ആ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു നല്ല രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ദൈവം ഉണ്ടെങ്കിൽ വചനം പറയുന്നത് ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ഗോഡ്. വാട്ട് ഈസ് ഇംപോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ് ഈസ് പോസിബിൾ ഫോർ ഗോഡ്. മനുഷ്യന് അസാധ്യം ആയത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അല്ല സാധ്യം. സോ ഈ വചനം വെറുതെ പറയുന്ന ഒരു വാക്കില്ല. ഇത് യാഥാർത്ഥ്യ ഒരു വചനമാണ്. ഈ അല്ല ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പിന്നോട് ദോസ് ഹു ഫോളോഡ് ഗോഡ്, ദൈവത്തിൻ്റെ പിന്നോട് ആരൊക്കെ പോയത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മിറാക്കുലസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വേറെ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാം. പക്ഷെ ഇപ്പോൾ പറയുന്നതാണ്, ദൈവം പാർഷ്യൽ ഇല്ല. ദൈവം ആർക്കും പാർഷ്യാലിറ്റി കാണിക്കാൻ ഒരു വ്യക്തിയില്ല. പ്ലസ് ദൈവം എന്നേക്കും ഒരു വ്യക്തി തന്നെയാണ്. ഈ ഇന്നത്തെ ദിവസം ദൈവം കൂടുതൽ പവർഫുള്ളായി, ഇന്നത്തെ ദിവസം പവർലെസ്സായി അങ്ങനെയില്ല. അല്ലെങ്കിൽ കേരളയിൽ സ്ട്രോങ് ആണ്, അമേരിക്കയിൽ വീക്കാണ്, യൂറോപ്പിൽ സ്ട്രോങ് ആണ്, പിന്നെ ആഫ്രിക്കയിലെ വീക്കാണ്, അങ്ങനെയില്ല. ദൈവമുടെ ക്യാരക്ടർ, ദൈവമുടെ ശക്തി, ദൈവമുടെ നേച്ചർ അത് എന്നേക്കും ഒരു വിധം തന്നെയാണ്. സോ ദൈവത്തിൻ്റെ ഭാഗത്തിൽ കൊണ്ട് എല്ലാ രീതിയിലെ സപ്പോർട്ട് നമ്മൾക്കുണ്ട്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ദൈവം നമ്മൾ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രോത്ത്, സ്പെഷ്യലി ആരൊക്കെ വേഗമായിട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കാൽ ട്രിപ്പായിട്ട് വീണാൻ ചാൻസ് ഉണ്ട്. ഒരു വ്യക്തി ഒരേ സ്ഥലത്തിൽ നിന്ന് ഒരേ സ്ഥലത്തിൽ ഇരുന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് വീണാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ വീണുമില്ല, ടോട്ടലി കംപ്ലീറ്റ്ലി വീണില്ല. ഓക്കെ, ഒരു സ്ഥലത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്തിൽ ഇരുന്ന് ജീവിക്കാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നോ ആക്സിഡൻസ് ഇല്ല. ഒരു ആക്സിഡൻറ്റ് പറ്റും. പക്ഷെ ഒരു വ്യക്തി വളരെ ഒരു ഡിസയർ, വളരെ ഒരു പാഷൻ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് അതിനെ ശ്രമിച്ചിട്ട് അതിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്പീഡ് പിടിക്കാൻ ഉള്ളത് കാലം എത്ര സ്പീഡ് കൂടുന്നത് അത്ര ചാൻസ് ഉണ്ട് ആക്സിഡൻ്റ് ആവും. സോ അതുപോലെ നമ്മൾ ഹിസ്റ്ററിയിൽ നോക്കിയാൽ, സഭയുടെ ഹിസ്റ്ററി ആവട്ടെ, ജനറൽ ലോകത്തിൻ്റെ ഹിസ്റ്ററി ആവട്ടെ, ഏത് ഹിസ്റ്ററിയിൽ നോക്കിയാൽ ആരൊക്കെ ലൈഫിൽ വളരെ ഹൈറ്റ്സിൽ പോയത് അവർക്ക് എല്ലാവർക്കും ചില സമയത്തിൽ ആക്സിഡൻറ്റ്സ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആക്സിഡൻറ്റ്സ് പറ്റുന്നത് ഈസ് നോട്ട് ദി എൻഡ്. ആക്സിഡൻറ്റ് ആവുമ്പോൾ ഇത് അല്ല അവസാനിപ്പിച്ച് അങ്ങനെ ആയിട്ടില്ല. ഓക്കെ, സോ എൻ്റെ ഈ അവസ്ഥയിൽ, ഈ സിറ്റുവേഷനിൽ എനിക്ക് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഈ മാരിയോവും ജിജിയും ചില സമയത്തിൽ ഓരോരോ എക്സ്പ്രഷൻ കൊടുക്കാൻ ഓരോ സമയത്ത് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരും ഇല്ല അങ്ങനെ ആയിട്ട് ഒരു ചില സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മിനിസ്ട്രിയിൽ തന്നെ ഇപ്പോൾ വരെ മാരിയോവും ജിജി കൂടെ നമ്മൾ മിനിസ്ട്രി ചെയ്തിട്ടില്ല. മാരിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ മാരിയോ കൂടെ മിനിസ്ട്രി ചെയ്ത വ്യക്തികളിലെ കൂടി ആരെങ്കിലും സപ്പോർട്ടായിട്ട് വരും, ആരെങ്കിലും ഒരു പോസിറ്റീവ് ആക്ക്, ഒരു ഹോപ്പ് കൊടുക്കാൻ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് ചിലപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ട് കാണും, ആഗ്രഹിച്ചിട്ട് കാണും. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു കഷ്ടകാലം വരുമ്പോൾ നമ്മൾ കൂടെ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല, ഒരു ഞാൻ ഉണ്ട് കൂടെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ധൈര്യമാണ്. സോ അതുപോലെ ബ്രദർ കൂടി മിനിസ്ട്രി ചെയ്ത വ്യക്തി ആണ് ഞാൻ, ഒരു വ്യക്തിയാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോയി അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട, അങ്ങനെ ഒരു തോട്ട് എൻകറേജ് ചെയ്യേണ്ട, അങ്ങനെ ഒരു തോട്ടിനെ അക്സെപ്റ്റ് ചെയ്യരുത്. ആൾക്കാർ കൂടെ ഉണ്ട്. ഓക്കെ, സോ മിനിസ്ട്രിയിൽ ഉള്ളവരിലെ ഒരു വ്യക്തി ഞാനുണ്ട്. പ്ലസ് ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ്, ആർക്ക് ക്ഷമിക്കാൻ പറ്റുന്ന വ്യക്തികൾ, ക്രിസ്തുവിടെ സ്വഭാവമുള്ള വ്യക്തികൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വീണ്ടും പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിൽ സഹായം നിങ്ങൾക്ക് ചെയ്തു തരാം. സോ എൻ്റെ ഒരു അഡ്വൈസാണ്, ഒരു സജഷൻ മാരിയോ ജിജിക്കും. നിങ്ങൾ പല രീതിയിൽ പല ആൾക്കാർ എടുത്ത് പോകുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ ആക്കാൻ വേണ്ടി. പക്ഷേ ഈ
ഈ മാറ്റർ നിങ്ങൾ പേഴ്സണൽ ഡൊമൈനിൽ നിന്ന് പബ്ലിക് ഡൊമൈനിൽ ആക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായി നിങ്ങൾക്ക്, അത് വലിയ ഒരു പ്രശ്നമായി മാറും. സോ നിങ്ങൾ ഇത് എത്രത്താൽ കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത് പബ്ലിക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് അത്രത്താൽ കൂടുതൽ നിങ്ങൾ പ്രശ്നവും പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഭാര്യ ട്രീസ, നിങ്ങൾക്ക് അറിയാലോ, ഡിവൈനിൽ എല്ലാവർക്കും അറിയാം, ഏറ്റവും ബെസ്റ്റ് കൗൺസിലർ. സോ പുള്ളിയെടുത്ത് ആരൊക്കെ ഈ മാരേജ്, സ്പെഷ്യലി മാരേജ് ആയിട്ട് പ്രശ്നം കൊണ്ട് പോയ വ്യക്തികൾ എത്ര പേർ പോയിട്ടുണ്ട്, ഏത് രീതിയിൽ ഏത് അവസ്ഥയിൽ പോയിട്ട് ഒരു ഇങ്ങനെ കേസ് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. വന്നതുപോലെ തിരിച്ചു പോയത് അങ്ങനെ ആയില്ല. ദൈവം പുള്ളി കൊണ്ട് ഭയങ്കരമായിട്ട് ഇടപെട്ട് എല്ലാ കുടുംബ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ദൈവം കൂടെ സന്നിധി, ദൈവം കൂടെ ശക്തി, ദൈവം കൂടെ വാർത്തയുള്ള കൈ ആ പുള്ളി കൊണ്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഭാര്യ ആയിട്ട് ഞാൻ പറയുന്നില്ല. So just because she is my wife, I am not recommending her, or I am not using this as an opportunity to promote. ഞാൻ പുള്ളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഞാൻ 4 പ്രാവശ്യം ജിജിനെ വിളിച്ചായിരുന്നു. മാരിയുടെ നമ്പർ എനിക്ക് ഇല്ല, ജിജിയുടെ നമ്പർ ഉണ്ടായിരുന്നു. ആ 4 പ്രാവശ്യം 2 നമ്പറിൽ ഞാൻ വിളിച്ചായിരുന്നു. പക്ഷെ അവിടെ ഒന്നും റെസ്പോൺസ് വന്നില്ല. സോ അത് വിളിക്കാൻ കാരണം കൊണ്ട് ഇത് തന്നെ ആയിരുന്നു, നിങ്ങൾ ഇവിടെ അവിടെ പോകാൻ പകരം ട്രീസ എടുത്ത് വരിക, ട്രീസ കൊണ്ട് ഒരു നല്ല കൗൺസിലിംഗ് ചെയ്യുക. ആ കൗൺസിലിംഗ് കൊണ്ട് ദൈവം ഇടപെടും. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവം അല്ല സാധ്യം. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വളരെ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ട് പോകാനുള്ള കപ്പിൾസ് കൊണ്ട് പുള്ളി എടുത്ത് കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്, പുള്ളി കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 2-3 സെഷൻസ് എടുക്കേണ്ടി വന്നായിരുന്നു. പക്ഷേ ആ സെഷൻസ് തീർന്ന ശേഷം എല്ലാ കപ്പിൾസ്ക്ക്, ഏതൊക്കെ കപ്പിൾസ് വന്ന് കുടുംബ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നത്തിനും ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പറയാൻ ജിജി മാരിയക്ക് ഇത് എൻ്റെ ഒരു ഹംബിൾ സജഷനാണ്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു നല്ല ഒരു കൗൺസിലർ എടുത്ത് നിങ്ങൾ 2 പേർ പോവുക. ഇത് ഒരു വലിയൊരു പ്രശ്നമില്ല. ഓക്കെ, മനുഷ്യർ കാണുമ്പോൾ ഇത് വലിയ പ്രശ്നം പോലെ തോന്നും, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ട് കാണുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമില്ല. ഇതൊരു ചെറിയ സഹനമായിട്ട് എടുക്കുക, ഇതൊരു ചെറിയ ഒരു പാഠമായിട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് കുറവുകളുണ്ട്, ആ കുറവുകളിനെ മാറ്റിയെടുക്കാൻ, ആ കുറവുകളിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു കർത്താവ് തന്നെ ഒരു ചെറിയ ലെസൺ അങ്ങനെ ആയിട്ട് കർത്താവുടെ കയ്യിലെ കൊണ്ട് ഇത് സ്വീകരിക്കും. ചിലപ്പോൾ നമുക്ക് നന്ദികേട് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വീണ്ടും ആ ഫ്ലോ ചിലപ്പോൾ ഉണ്ടാവില്ല സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ കുഴപ്പമില്ല, അതുകൊണ്ട് ഓർത്തിട്ട് ഒന്ന് വിഷമിക്കേണ്ട. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോക്കില്ല. സോ ഈ ജിജിക്ക് പറയാൻ ഒരു മെസ്സേജാണ് എനിക്ക്. നിങ്ങൾ ഒരു മാരിയും 0 വന്നായിരുന്നു, ഈ ജിജിയും 0 വന്നായിരുന്നു. പക്ഷേ ജിജി ആ 0 നിന്ന് എത്ര വരെ ആ യാത്ര ചെയ്തത് ഈ മാരിയോയുടെ സപ്പോർട്ടിനെ കൊണ്ട് തന്നെ ചെയ്തു. ഈ മാരിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരറിയാം? മാരിയോ ഇല്ലെങ്കിൽ ഹൂ വിൽ നോ യു? നിങ്ങൾ സാധാരണ ഒരു കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട്, അതുപോലെ ഒരു സ്ത്രീ നിങ്ങൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ, നിങ്ങളുടെ പള്ളിയിലെ ചിലപ്പോൾ ആൾ അറിയാം, നിങ്ങൾ കുടുംബത്തിലെ ആൾക്കറിയാം. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ പറ്റ ഒരു വ്യക്തിയായി മാറിയത്. അതിൽ ഈ മാരിയുടെ സഹായം ഇല്ല, മാരിയുടെ ആ അധ്വാനമില്ല. നിങ്ങൾ ഇംഗ്ലീഷിലെ പ്രീച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് 1-2 സ്ഥലത്തിൽ ഇംഗ്ലീഷിലെ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളും പ്രൗഡ്ലി ആയിട്ട് ചില സ്ഥലത്തിൽ പോയി പറഞ്ഞിട്ടുമുണ്ട്. ആരാണ് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തത്? ആരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തത്? ഈ മാരിയോ തന്നെ. സോ നിങ്ങൾക്ക് 0 മുതൽ എത്ര ഒരു വലിയ വ്യക്തി ആയി മാറ്റിയത് ഈ മാരിയോ തന്നെ. സോ ഈ വ്യക്തി നിങ്ങൾ എത്ര ഹൈറ്റ്സിൽ മാറ്റിയത്, എത്ര ഹൈറ്റ്സിൽ കൊണ്ടുപോയ വ്യക്തി, നിങ്ങൾക്ക് ഇനി ബാക്കി ജീവിതം മുഴുവൻ നിങ്ങൾ ഹൈറ്റ്സിൽ കൊണ്ടുപോകില്ല. പുള്ളിക്ക് ചിലപ്പോൾ 1-2 കുറവുകൾ ഉണ്ടാവും, ചിലപ്പോൾ റോങ് ഡിസിഷൻസ് ആവാം. എന്നാലും പുള്ളി ഒരു ഭർത്താവായിട്ട് ഒരു കടമ പുള്ളി ചെയ്തല്ലോ.
നിങ്ങൾക്ക് നോക്കിയിട്ട് മക്കൾക്ക് ആവശ്യമുള്ളത് അല്ലാഹ് കൊടുത്തു. എല്ലാ രീതിയിൽ പുള്ളി ഒരു ഭർത്താവ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇറസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ നാടിനെ നന്നാക്കാം, വീടിനെ വിട്ടുമാറും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മക്കൾക്ക്, ഭാര്യയ്ക്ക് ആവശ്യമുള്ള മിക്കവാറും സാധാരണ മനുഷ്യർ ഹസ്ബൻഡ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാളും കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ എത്ര ഭാര്യമാരുണ്ട് ഈ ഹസ്ബൻഡ്സ് ഇങ്ങനെ ഹൈറ്റ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. സോ അത് പുള്ളിക്ക് ക്രെഡിറ്റ് ആണ്. അത് മാത്രമല്ല, ഹസ്ബൻഡ്സ് ആഗ്രഹിച്ചാലും എത്ര ഭാര്യമാർ അങ്ങനെ ആ ഇൻവിറ്റേഷൻ, ആ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഹൈറ്റ്സിൽ പോകാൻ പറ്റില്ല. സോ അതും ജിജിക്കും അതൊരു ക്രെഡിറ്റ് ആണ്. ഇത് ഇൻസ്പിറേഷൻ മാത്രമല്ല, ആ ഇൻസ്പിറേഷൻ എടുത്തിട്ട് അധ്വാനിച്ചിട്ട് ഹൈറ്റ്സിൽ പോയി. സോ രണ്ടുപേർക്കും ക്രെഡിറ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും ഒരു ടീമായിട്ട്, ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിനെ കണ്ടിട്ട് എത്ര പേര് ഇൻസ്പയർ ആയി, എത്ര പ്രശ്നങ്ങൾ മാറി, എത്ര നന്മ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ അത് വലിയൊരു ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. ദൈവം നിന്നെ നോക്കുക, ദൈവത്തിനെ നോക്കുക. വചനം പറയുന്നത് ലെറ്റ് us run the race that is set before us looking at Jesus. നമ്മുടെ മുമ്പ് ഉള്ള യാത്ര, ഈ റേസ്, നമ്മുടെ മുമ്പ് റേസ് ഉള്ളത് ജീവിതം, നമ്മുടെ മുമ്പുള്ള ജീവിതം യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ലെറ്റ് us run the race set before us by looking at Jesus, the pioneer and perfecter of our faith. നമ്മുടെ വിശ്വാസം കൂടെ പൂർണ്ണത്താൽ എത്തിക്കുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനുടെ മുഖം നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരില്ല. ഈ ഭർത്താവിൽ എത്ര പേരെ നിങ്ങൾക്ക് എത്ര ഹൈറ്റ്സിൽ കൊണ്ടുവന്നു, ഇനിയും പുള്ളി ഹൈറ്റ്സിൽ കൊണ്ടുപോകും. അതുപോലെ നിങ്ങൾ തന്നെ പുള്ളിയുടെ കൈപിടിച്ചിട്ട് ക്യാൻസർ രോഗമാവുമ്പോൾ, പുള്ളിക്ക് കുറെ പ്രശ്നങ്ങളാവുമ്പോൾ നിങ്ങളെ ആ പുള്ളിയുടെ കൈ പിടിച്ചിട്ട് പുള്ളിക്ക് വീണ്ടും അവിടെ തന്നെ പൊക്കിയെടുത്തത്. ഓക്കെ, സോ നിങ്ങളെ ഹിസ്റ്ററി നോക്കുക. ഓക്കെ, യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആൻഡ് യു ആർ സപ്പോർട്ടഡ് ഈച്ച് അതർ ആൻഡ് യു ഹാവ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ പ്രശ്നമില്ലാത്ത വ്യക്തിയില്ല. യേശു പറഞ്ഞത് ഈ പാപമില്ലാത്ത വ്യക്തി ഒരു കല്ലെടുത്ത് അറിയുക. ഇവിടെ ഉള്ളവരിൽ യാരും പാപമില്ല. ലെറ്റ് ഹിം ബി ദ ഫസ്റ്റ് വൺ. എനിവൺ ഹൂ ഇസ് വിതൗട്ട് സിൻ, ലെറ്റ് ഹിം ബി ദ ഫസ്റ്റ് വൺ ടു ത്രോ എ സ്റ്റോൺ. യാരും ത്രോ ചെയ്യാൻ പറ്റില്ല. അന്നും പറ്റില്ല, ഇന്നും പറ്റില്ല. സോ എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്ക് ക്ഷമിച്ചിട്ട് പരസ്പരം സ്നേഹിച്ചിട്ട് യേശുവിടെ മുഖം നോക്കണം. ഈ ഫിലോസഫി, ഈ സൈക്കോളജി നല്ലതാണ്, അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ആ ഫിലോസഫി ആൻഡ് സൈക്കോളജിയുടെ ബാരിയർ, ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി വരുന്നതാണ് പരിശുദ്ധാത്മ. യേശുവിടെ ആത്മാവാണ് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ പറ്റും. വാട്ട് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ? ഓക്കെ, what is impossible for philosophy, what is impossible for psychology, what is impossible for all other sciences, അവിടെയാണ് ഈസ് പോസിബിൾ ഫോർ. സോ നിങ്ങൾക്ക് എന്താ ഒരു വീണ്ടും ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ പഴയ കാലം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീവിതം ഞാൻ കണ്ട് ക്ലോസ്ലി കാണാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് നിങ്ങൾ കാണുമ്പോൾ എനിക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത്ര നല്ല പോലെ ഇവർ ജീവിക്കുന്നുണ്ടല്ലോ. ജീവിതം കൂടെ യേശു ക്രിസ്തുവിടെ ഒരു വലിയൊരു ഡിസൈപ്പിൾ. ആ യേശു പറഞ്ഞ ഒരു ഉപമ ഉണ്ടല്ലോ, അത് ടാലൻറ്റൂടെ ഒരു പാരബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിക്ക് 5 ടാലൻറ്റ് കൊടുത്തു, ഒരു വ്യക്തിക്ക് 2 ടാലൻറ്റ് കൊടുത്തു, ഒരു വ്യക്തിക്ക് 1 ടാലൻറ്റ് കൊടുത്തു. 5 കിട്ടുന്ന ടാലൻറ്റ് വ്യക്തി ഇനി 5 കൂടുതൽ ഉണ്ടാക്കി പുള്ളി 10 ടാലൻ്റായി. സോ അങ്ങനെയാണ് നിങ്ങൾ 2 പേരും. ഓക്കെ, നിങ്ങൾക്ക് എന്താ കർത്താവ് തന്നത് അതൊക്കെ നിങ്ങൾ ഡബിൾ ട്രിപ്പിൾ അതിലേക്കാളിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ ദൈവം കൂടെ എത്ര സന്തോഷം ഉണ്ടാവും. ദൈവം കൂടെ മനസ്സിൽ നിങ്ങൾ കാണുമ്പോൾ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ഓക്കെ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് ആണ് പറയുന്നത് ആണ് യേശു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് he will not judge you, he will not condemn you. പക്ഷെ നിങ്ങൾ ചെയ്ത നന്മകൾ അതാണ് യേശു കാണുന്നത്. സോ നിങ്ങൾ ചെയ്ത ഈ ഫ്രൂട്ട്ഫുൾനെസ്,
ഈ ഫ്രൂട്ട് നിങ്ങൾ ഉണ്ടാക്കിയത് അത് കാണുമ്പോൾ യേശുവിടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. യേശുവിൻ്റെ ഫോളോവേഴ്സ്, യേശുവിടെ ശിഷ്യന്മാർ ആരൊക്കെ ഉണ്ട് അവർ കാണുമ്പോൾ അവർക്കും സന്തോഷം. സോ നിങ്ങൾ ഈ ഒരു ഡിസ്പ്യൂട്ട്, ഈ കോറൽസ് ഇതെല്ലാം ഒന്നും വലിയ ഇഷ്യൂ ആക്കണ്ട, വലിയൊരു കാര്യം ആയിട്ട് എടുക്കണ്ട. യേശുവിലെ നോക്കുക. ഓക്കെ, ഫിലോസഫി സൈക്കോളജി കുറച്ച് ദിവസം മാറ്റി വയ്ക്കുക. യേശുവിലെ നോക്കുക, പരിശുദ്ധാത്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹൗ മച്ച് മോർ വിൽ ഹെവൻലി ഫാദർ ഗീവ് ദ ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ പരിശുദ്ധാത്മ. പരസ്പരം പേര് നാട്ടിക്കാൻ നോക്കണ്ട, ഇനി ജനങ്ങൾക്ക് കൂട്ടണ്ട. അതെല്ലാം ചെയ്താൽ ഇനി ഉള്ള പ്രശ്നം ഇനി വലുത് തന്നെ ആവും. അങ്ങനെ വിട്ടിട്ട് ഒരു നല്ല ഒരു കൗൺസിലിംഗ് ട്രീസ് ആയിട്ട് ഒരു നല്ല കൗൺസിലിംഗ് ചെയ്താൽ ഈ പ്രശ്നം 100% സോൾവ് ആവും എനിക്ക് ഉറപ്പാണ്. സോ ഓക്കെ, നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ വേറെ ആർക്ക് നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ മിനിസ്ട്രിയിൽ ഉള്ളവരായത് നിങ്ങൾക്കറിയാം. ദൈവം കൂടെ നല്ല ബന്ധമുള്ള വ്യക്തികൾ ആരാണ് നിങ്ങൾക്കറിയാം. അങ്ങനെ വ്യക്തികൾ എടുത്ത് പോവുക, നല്ല കൗൺസിലിംഗ് ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. എന്നാലും ചെയ്യുക, അതൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക. ദൈവം നിങ്ങൾ കൂടെ ഉണ്ട്, ദൈവം അല്ല ശരിയാക്കി തരും. ഓക്കെ, സോ ഇതാണ് എന്ന് പറയാനുള്ള മെസ്സേജ്. എനിക്ക് മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേണ്ടി പറഞ്ഞായിരുന്നു. സോ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക മെസ്സേജ്. ഇതൊരു പോസിറ്റീവ് മെസ്സേജാണ്. യാർക്കും ചെറുതാക്കാൻ, യാർക്കും വലുതാക്കാൻ, യാർക്കും കുറ്റപ്പെടുത്താൻ ഇതിനില്ല എൻ്റെ മെസ്സേജ്. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. നിങ്ങളുടെ ഹിസ്റ്ററി ഞാൻ കണ്ടതാണ്, നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം ഞാൻ കണ്ടതാണ്. അതിവിടെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. സോ അതെല്ലാം നന്മകൾ നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതം മാത്രമല്ല, കുറേ പേർക്ക് നന്മ ചെയ്യാനുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇനി വരാൻ പോകുന്ന കാലത്തിൽ കുറേ നന്മകൾ ചെയ്യാനുള്ള വ്യക്തികളാണ്. സോ അവർക്ക് ഡിപ്രൈവ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് സാറില്ല ചോദിച്ചാൽ ഇങ്ങോട്ട് അങ്ങോട്ട് നഷ്ടം ആയാലും സാറില്ല, ദൈവം നിങ്ങൾക്ക് അതൊക്കെ അപ്പുറം ചെയ്തു തരും. ഓക്കെ, യേശു പറഞ്ഞത് ഫർഗീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ നഷ്ടം നിങ്ങൾക്ക് പറഞ്ഞത് അതിൽ ഏറ്റവും കുറേ ഇരട്ടി നഷ്ടപരിഹാരം ചെയ്തു തരും യേശു ക്രിസ്തു. ഓക്കെ, യേശു വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം ഒരിക്കലും ചതിക്കില്ല. സോ മനുഷ്യർ എല്ലാവരും ഒരു മാതിരി ഇതാണ്, പക്ഷെ ദൈവമാണ് വിശ്വസ്തൻ. There is no one who is good, only God is good. ആ ഗുഡ് ഗോഡിനെ നിങ്ങൾ നോക്കുക. ലുക്ക് അറ്റ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ലുക്ക് അറ്റ് ദ മെർസി ഓഫ് ഗോഡ്. ദൈവത്തിന് പരിശുദ്ധാത്മാവെടുത്ത് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, കൂടുതലായിട്ട് സ്വീകരിക്കുക. ഇതാണ് സമയം. നിങ്ങളുടെ ടെസ്റ്റിംഗ് നടക്കുമ്പോഴാണ്, നിങ്ങളുടെ വിശ്വാസം കൂടെ ടെസ്റ്റ് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിനെയാണ്. പ്രാർത്ഥിക്കുക എല്ലാ സമയം. ലൂക്ക് 11:13 ലൂക്കോയുടെ സുവിശേഷം 11-13 വാക്കാണ്. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഹൗ മച്ച് മോർ വിൽ ഹെവൻലി ഫാദർ ഗിവ് ദ ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. സോ പരിശുദ്ധാത്മാ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു നല്ല കുടുംബമായിട്ട് മക്കൾ കൊണ്ട് നല്ല ഒരു ഹൈറ്റ്സിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ ഒരു വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാ സമയം ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാവും. സോ വീണ്ടും 1 more ടൈം പറയുന്നത്, ഒരു പറ്റണമെങ്കിൽ ഒരു ട്രീസ എടുത്ത് ഒരു കൗൺസിലിംഗ് ചെയ്യുക. ഓക്കെ, ട്രീസ സാൽവഡോർ പേരാണ്, ട്രീസ സാൽവഡോർ. എൻ്റെ ഭാര്യ തന്നെ ചെയ്യുക, കൗൺസിലിംഗ് ചെയ്യുക. ദൈവം നന്മയെ തന്നെ ചെയ്യും. ഓക്കെ, ഗോഡ് വിൽ ഡു ഗുഡ് ഫോർ യു. ഗോഡ് ബ്ലെസ് യു.